പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിന്റെ 19-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ നന്ദിയും സ്നേഹത്തെയും പ്രാർത്ഥനയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവസേനയെ നമുക്ക് അടുത്തു ചെല്ലാം. 33-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. യുദ്ധങ്ങൾക്ക് മാനവ ചരിത്രത്തോളം പഴക്കമുണ്ട്. മനുഷ്യർ ഭൂമിയിൽ പെരുകിയ നാൾ മുതൽ യുദ്ധവും ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നീതിയും അനീതിയും തമ്മിലും, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലും, സത്യവും അസത്യവും തമ്മിലും എല്ലാ കാലങ്ങളിലും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യർ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ വേലിക്കെട്ടുകൾ തിരിച്ച് ഭൂമിയെ പങ്കിട്ടെടുത്തു. യുദ്ധങ്ങൾ ഭൂമിയിൽ ഇല്ലാതിരുന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല. വിവിധ കാരണങ്ങളെ ചൊല്ലിയുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു. സാത്താൻ ലോകത്തിന്റെ പ്രഭുവാകയാൽ ദൈവ സൃഷ്ടിയായ മനുഷ്യരെയും ഈ പ്രപഞ്ചത്തെയും നശിപ്പിക്കുക എന്നതാണ് അവന്റെ ഏകലക്ഷ്യം. ലോക സമാധാനത്തിന് വേണ്ടി വിവിധ സംഘടനകളും സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നിഷ്ഫലമായി കൊണ്ടിരിക്കുന്നു. പഴയ നിയമ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനം പലപ്പോഴും യുദ്ധങ്ങളെ നേരിട്ടതായി കാണാം. അവർ മറ്റ് പല ജാതികളെക്കാളും രാജ്യങ്ങളെക്കാളും എണ്ണത്തിൽ കുറഞ്ഞവരും ഭൂവിസ്താരം കൊണ്ടും സൈന്യശക്തി കൊണ്ടും വളരെ പിന്നിലുമായിരുന്നു. എന്നാൽ ആ ജനം ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന കാലത്ത് ശത്രുവിനവരെ ജയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. യഹോവയായിരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നും അവർ അകന്നു പോയപ്പോൾ അവർ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പ്രവാചകനായ ഏലീശയെ പിടിക്കുവാൻ അരാമ്യർ ശക്തിയുള്ള കുതിരകളും ബലമുള്ള സൈന്യവുമായി വന്നു. പ്രവാചകന്റെ വീടും നാടും വളഞ്ഞു. എന്നാൽ തന്നോട് കൂടെയുള്ളവർ ശത്രുവിനോട് കൂടെയുള്ളവരെക്കാൾ അധികമാണെന്നുള്ള വിവരം ശത്രുക്കൾക്കോ പ്രവാചക ശിഷ്യന്മാർക്കോ അറിയാതെ പോയി. ജഡശരീരങ്ങളോടുകൂടിയ സൈന്യവും കുതിരകളും മാത്രമേ ശത്രുവിന് കൂടെയുള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൂടിയ വലിയ സൈന്യവും നാം അറിയാതെ തന്നെ നമുക്ക് ചുറ്റും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. തൻ്റെ പ്രവാചകന് വേണ്ടി ദൈവം ശക്തമായ ദൈവിക സൈന്യത്തെ ദൈവം ഒരുക്കുവാനിടയായി. ദൈവാലോചന മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞത് നിമിത്തം അനവധി എതിർപ്പുകളും അപമാനങ്ങളും സഹിച്ചിട്ടുള്ളവനാണ് ഇരമ്യാവ്. എന്നാൽ ദൈവം കൂടെ ഉണ്ടായിരുന്നതിനാൽ ശത്രുക്കൾക്ക് തന്നെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ തന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ വീഴും, അവർ ജയിക്കുകയില്ല, അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായകയാൽ ഏറ്റവും ലജ്ജിച്ചു പോകുമെന്ന് ഇരമ്യാവ് പിന്നത്തേതിൽ പറയുവാനിടയായി. ആകയാൽ പ്രിയ ദൈവവിധി, ഈ പ്രഭാതം നമ്മോട് എതിർക്കുന്നവർ എതിർക്കട്ടെ, ശപിക്കുന്നവർ ശപിക്കട്ടെ, അപവാദം പറയുന്നവർ അപവാദം പറയട്ടെ. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അതേ, ദൈവം നമുക്കായി ഒരു സൈന്യത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. കുതിര സൈന്യത്താൽ കുതിരയെ കൊണ്ടോ അല്ലെങ്കിൽ സൈന്യബലം കൊണ്ടോ അവൻ ആരും രക്ഷപ്പെടുകയില്ല എന്നുള്ളത് നമുക്കിവിടെ തിരിച്ചറിയുവാനിടയാകും. ആകയാൽ ഈ പ്രഭാതം നമുക്ക് ദൈവവചനത്തിൽ ആശ്രയിക്കാം, ദൈവാലോചനകളിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ വീഴ്ചയിലെടുക്കാം. അവൻ ഇന്ന് പകൽക്കാലം ഏതൊക്കെ ഭാരത്തോടുകൂടെ അവനായിരിക്കുന്നുവോ അവൻ സ്തോത്രം ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം അവൻ എന്നോട് ചേർന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ ഒരു നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. നാഥ,
കർത്താവ് 8-ാം മാസത്തിൻ്റെ ഈ 19-ാമത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവെ ഒരുമിച്ച് അടുത്തു വരികയാണ്. നാഥ, പലവിധമായ പ്രതികൂലങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന അങ്ങയുടെ ദാസിദാസന്മാരെ ദൈവം ഓർക്കണം. തലമുറയുടെ ഭാവികൾക്കായി ആവേശത്രം ഭാരപ്പെടുന്നവർ, ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ ഭാരപ്പെടുന്നവർ, ഏതെല്ലാം കർത്താവ് വിഷയങ്ങളിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കർത്താവ് ശത്രു തൻ്റെ മക്കളെ ഞെരുക്കുന്ന അനവധി വിഷയങ്ങളുണ്ട്. ആമേൻ. ഈ പ്രഭാതം പല വിഷയങ്ങളിൽ പോരാടുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരു ജയം കൊടുത്ത് ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഏകാന്തതയുടെ അനുഭവങ്ങളിൽ മാനസികമായ നിരാശകൾ, ശാരീരികമായ ക്ലേശങ്ങൾ, രോഗബലഹീനതകൾ, കർത്താവെ സ്തോത്രം, പലതിനെ ചൊല്ലി ഭാരപ്പെടുന്ന കർത്താവെ ശത്രു പല വിഷയങ്ങളിൽ കൂടെ ഞെരുക്കുന്ന തൻ്റെ ദാസിദാസന്മാരെ ഇന്ന് പകൽക്കാലം ഒരു ജയം നൽകി മാനിച്ചാദരിക്കണം, അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.